ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിലുള്ള ജിഹാദിനെ കുറിച്ച്, അതേപോലെ ഇസ്ലാമിലുള്ള അടിമത്തത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറയും. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിലുള്ള അടിമത്തം, അതാണ് ഇസ്ലാമിലുള്ള ജിഹാദ് എന്ന് ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് അങ്ങ് അറിവൊന്നുമില്ലാത്ത ഒരുത്തം എന്ന് പറയും. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം പണ്ഡിതന്മാരാണല്ലോ സ്വാഭാവികം എന്നോണം ഇസ്ലാമിനെ കുറിച്ച് വേണ്ടതുപോലെ പഠിച്ചിട്ടുണ്ടാവുക. അതൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് പറയും, അതുപോലെ നിങ്ങൾ കേട്ടോളാം, അതാണ് ഇസ്ലാം എന്ന് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളാം എന്ന് വാദിക്കുന്ന ഒരുത്തനെ ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തെളിവുകളെ കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കി. ഇസ്ലാമിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഖുർആൻ മാത്രമല്ല, അതിൽ ഖുർആൻ ഉണ്ട്, ഹദീസ് ഉണ്ട്, ഇജ്മാ, ഖിസാസ് എന്നൊക്കെ പറഞ്ഞ് വിവിധ വശങ്ങൾ. ഖിസാസ് എന്താണ് അപ്പൊ ഈ ഖിസാസ് എന്ന് പറഞ്ഞാല്? ഖിസാസ് അല്ല ബ്രോ, ഖിയാസ് എന്നാണ്. നോക്കൂ നിങ്ങൾ, അതുപോലും അതിന്റെ പേര് പോലും അതെന്താണ് എന്നതിന് പുറമെ അതിന്റെ പേര് പോലും ഒന്നിരിക്കെ വേണ്ടതുപോലെ എല്ലാ സമയത്തും പറയാൻ പോലും കിട്ടാത്ത ഒരു വ്യക്തിയാണ് ഇസ്ലാം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. എന്നാൽ അതിനെ അദ്ദേഹം നേരെയാക്കുന്നുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് കേൾക്കി. എന്നാൽ അതിനേക്കാളും വലിയ ട്വിസ്റ്റ് അതിൽ അദ്ദേഹം പറയുന്ന ചില മണ്ടത്തരങ്ങളാണ്, ഒന്ന് കേൾക്ക്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഈ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പഠന റിപ്പോർട്ടോ അതൊന്നും വെച്ചിട്ടല്ല. ഇസ്ലാമിന്റെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിസാസ് എന്നൊക്കെ പറയുന്ന, ഖിയാസ് എന്നൊക്കെ പറയുന്ന ആ സംഗതികളാണ്. ഇത് വെച്ചിട്ടേ നമുക്ക് ഇസ്ലാമിനെ കണക്കിലെടുക്കാൻ പറ്റുള്ളൂ. ഇതിലെന്താ പറയുന്നത്? ഏതില്? ഖുർആനിലെ, ഹദീസിലെ, ലോകത്തറിയപ്പെട്ട ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള ജിഹാദിനെ കുറിച്ചുള്ള പഠനം സമർപ്പിച്ചപ്പോൾ ഇദ്ദേഹം പറയാണ് അതൊന്നും അല്ല ഇസ്ലാം എന്ന്, അതൊന്നും അല്ല ഇസ്ലാമിലുള്ള ജിഹാദ് എന്ന്. പിന്നെയോ ഞാൻ പറയുന്നത്, ഞാനിവിടെ ഇത് എവിടെ നിന്ന് നോക്കി പറയുന്നു? ഖുർആനിൽ നിന്ന് നോക്കി പറയുന്നു. ഖുർആൻ നേരാവണ്ണം ഓതാമറിയോ? അതറിയില്ല. അതേപോലെ ഹദീസ് നിന്ന് നോക്കി പറയും. അല്ല എൻ്റെ ബ്രോ, ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ, ഈ ലോകത്തറിയപ്പെട്ട ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഇവരൊക്കെ എവിടെ നോക്കിയാണ് ഈ ജിഹാദിനെ മനസ്സിലാക്കിയത്? ഖുർആൻ നോക്കിയിട്ടല്ലേ? അതേപോലെ ഹദീസ് നോക്കിയിട്ടല്ലേ? അതിൽ നിന്നെല്ലാം മനസ്സിലാക്കി അവർ പറയുന്നു ലോകത്ത് ഇന്ന് പ്രസിദ്ധമാകുന്ന തരത്തിലുള്ള തെറ്റിദ്ധരിക്കപ്പെട്ട ജിഹാദല്ല പരിശുദ്ധമായ ഇസ്ലാമിലുള്ള യഥാർത്ഥ ജിഹാദി എന്ന് ഇദ്ദേഹം പറയാണ്. അത് തന്നെയാണ് ശരിയെന്ന്. അതായത് ഞാൻ പിടിച്ച മുയലിനാണ് 3 കൊമ്പ് എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുന്നു.